നമസ്കാരം. KCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികോപദ്രവം ചെയ്ത സംഭവം. നിർണായക തെളിവായ CCTV ദൃശ്യങ്ങൾ KCN ന്യൂസിന്. പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാൾ കസ്റ്റഡിയിൽ. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥി ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 1ാം വർഷ വിദ്യാർത്ഥി അഭിജിത്ത് ഗംഗാധരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിലെ കോടികളുടെ തട്ടിപ്പ്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. കള്ളക്കടൽ പ്രതിഭാസം. കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറം ലൈറ്റ് ഹൌസ് ഭാഗത്ത് മത്സ്യബന്ധന ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറി. മഞ്ചേശ്വരം താലൂക്കിലെ വിവിധയിടങ്ങളിൽ സുരക്ഷയില്ലാതെ സ്ഥാപിച്ചത് നിരവധി ഫ്ലെക്സ് ബോർഡുകൾ. വിഷയത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാവശ്യം. നോ പ്ലാസ്റ്റിക് ബി ഫാന്റാസ്റ്റിക് ക്യാമ്പയിൻ ബോധവൽക്കരണ കേരള യാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ചു. ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ഫ്ളാഗ് ഓഫ് ചെയ്തു. വാർത്തകൾ വിശദമായി. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികോപദ്രവം ചെയ്ത കേസിൽ നിർണായക തെളിവായ CCTV ദൃശ്യങ്ങൾ KCN ന്യൂസിന്. കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ശാസ്ത്രീയമായ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ ഇയാളാണോ പ്രതി എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. കാസർഗോഡ് പടന്നക്കാട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിച്ച കേസിലെ നിർണായക തെളിവായ CCTV ദൃശ്യങ്ങളാണ് പോലീസിന് ലഭിച്ചത്. പുലർച്ചെ 2-നും 2:30-നുമിടയിൽ അതിക്രമം നടത്തുവാനായി പ്രതി വീട്ടിലേക്കെത്തുന്ന ദൃശ്യങ്ങളാണിത്. സമീപത്ത് തന്നെയുള്ള വീട്ടിലെ CCTV ക്യാമറയിലാണ് ദൃശ്യങ്ങൾ പതിഞ്ഞത്. കേസിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാളെ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. പിടിയിലായ യുവാവ് നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്. കഴിഞ്ഞ ബുധനാഴ്ച പുലർച്ചെ 3 മണിക്കാണ് പടന്നക്കാട്ട് വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികമായി ഉപദ്രവിക്കുകയും സ്വർണ്ണാഭരണങ്ങൾ കവർന്ന ശേഷം ഉപേക്ഷിക്കുകയും ചെയ്തത്. മുത്തശ്ശനൊപ്പം വീട്ടിൽ ഉറങ്ങിക്കിടന്ന 10 വയസ്സുകാരിയെയാണ് അക്രമി തട്ടിക്കൊണ്ടുപോയത്. മുത്തശ്ശൻ പശുവിനെ കറക്കുന്നതിനായി പുറത്തിറങ്ങിയ സമയത്തായിരുന്നു സംഭവം. മലയാളത്തിൽ സംസാരിക്കുന്ന മെലിഞ്ഞ ശരീരപ്രകൃതമുള്ളയാളാണ് തന്നെ തട്ടിക്കൊണ്ടുപോയതെന്ന് പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. 3 DYSPമാരുടെ നേതൃത്വത്തിൽ 25 പോലീസ് ഉദ്യോഗസ്ഥരടങ്ങിയ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കുട്ടിയുടെ മൊഴിയുടെയും CCTV ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിലാണ് അന്വേഷണം പുരോഗമിച്ചിരുന്നത്. സംഭവം നടന്ന ദിവസം രാവിലെ 2:30-ന് വീടിന് സമീപത്തെ CCTV ക്യാമറയിൽ പതിഞ്ഞ പ്രതിയുടെ ദൃശ്യങ്ങൾ ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ അന്വേഷണത്തിൽ നിർണായക തെളിവായി മാറിയിട്ടുണ്ട്. നിലവിൽ പോലീസ് കസ്റ്റഡിയിലുള്ളയാളും ദൃശ്യങ്ങളിലെ വ്യക്തിയും ഒന്ന് തന്നെയാണോ എന്ന് ഉറപ്പിക്കുവാനായിട്ടില്ല. ശാസ്ത്രീയ പരിശോധനാ ഫലം ലഭിച്ചാൽ മാത്രമേ ഇയാളാണോ പ്രതി എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഉണ്ടാവുകയുള്ളൂ. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് 1ാം വർഷ വിദ്യാർത്ഥിയെ ഹോസ്റ്റൽ മുറിയിൽ ജനലടിയിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 1ാം വർഷ വിദ്യാർത്ഥി അഭിജിത്ത് ഗംഗാധരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഹോസ്റ്റൽ മുറിയിൽ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക്കൽ ഹോസ്റ്റലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 1ാം വർഷ വിദ്യാർത്ഥി ഭീമനടി കോട്ടമല മാങ്ങോട്ടെ തുണ്ടിയൽ വീട്ടിൽ ഗംഗാധരൻ്റെയും കാഞ്ഞങ്ങാട് സിവിൽ സപ്ലൈസ് ഗോഡൌണിൽ താൽക്കാലിക ജീവനക്കാരിയായ സജിനിയുടെയും മകൻ അഭിജിത്ത് ഗംഗാധരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. വെള്ളിയാഴ്ച രാവിലെ 8:45 പരീക്ഷ എഴുതേണ്ട സമയമായിട്ടും 4ാം നമ്പർ ഹോസ്റ്റൽ മുറിയുടെ വാതിൽ തുറക്കാത്തത് കണ്ട് തൊട്ടടുത്ത മുറിയിലെ വിദ്യാർത്ഥികൾ എത്തിയാണ് വാതിൽ ചവിട്ടി തുറന്ന് നോക്കിയതെന്നാണ് കോളേജ് അധികൃതർ പോലീസിൽ പറഞ്ഞത്. വ്യാഴാഴ്ച രാത്രി 10:30 വരെ 1ാം നമ്പർ ഹോസ്റ്റൽ മുറിയിൽ സഹവിദ്യാർത്ഥികൾക്കൊപ്പം പഠിച്ചിരുന്നതായും അതിനുശേഷം അഭിജിത്ത് 4ാം നമ്പർ മുറിയിലേക്ക് പോയതായും അവർ പറഞ്ഞു. കാഞ്ഞങ്ങാട് DYSP VV ലതീഷ്, ചന്ദേര പോലീസ് ഇൻസ്പെക്ടർ GP മനുരാജ്, SI TK മുരളീധരൻ തുടങ്ങിയ പോലീസ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തിയിരുന്നു. ഹോസ്റ്റലിൽ ഇൻക്വസ്റ്റ് നടത്തിയ മൃതദേഹം പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോസ്റ്റ്മോർട്ടം നടത്തി. അശ്വതി ഏക സഹോദരിയാണ്. ഉറുമീസ്, തൃക്കരിപ്പൂർ. ന്യൂസ് ബ്യൂറോ, ചെറുവത്തൂർ. അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിലെ കോടികളുടെ തട്ടിപ്പ് നടന്ന സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. തട്ടിപ്പ് നടത്തിയ സംഘം സെക്രട്ടറി രതീഷിന്റെ കൂട്ടാളിയായ മുസ്ലിം ലീഗ് നേതാവും പള്ളിക്കര പഞ്ചായത്ത് അംഗവും ഉൾപ്പെടെയുള്ള 3 പേരെയാണ് അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത്.
കാറടുക്ക അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിലെ കോടികളുടെ തട്ടിപ്പിൽ 3 പേരെ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് അംഗവും ബേക്കൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ താമസക്കാരനുമായ അഹമ്മദ് ബഷീർ, ഹൊസ്ദുർഗ് പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അനിൽകുമാർ, അമ്പലത്തറ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ അബ്ദുൽ ഗഫൂർ എന്നിവരാണ് അറസ്റ്റിലായത്. തട്ടിപ്പ് നടത്തിയ സംഘം സെക്രട്ടറി രതീശനുമായി ഇവർ നിരന്തരം പണമിടപാട് നടത്തിയതായി കണ്ടെത്തിയിട്ടുണ്ട്. ബംഗളൂരുവിൽ ഒളിവിൽ തങ്ങുന്നതിനിടയിലാണ് ഇവരെ പിടികൂടിയതെന്നും വ്യാഴാഴ്ച വൈകിട്ടോടെ ആദൂരിലെത്തിച്ച് അറസ്റ്റ് രേഖപ്പെടുത്തിയതായും പോലീസ് പറഞ്ഞു. കാഞ്ഞങ്ങാട് നഗരസഭ മുൻ BJP കൗൺസിലർ അജയൻ നെല്ലിക്കാടിൻ്റെ സഹോദരനാണ് അറസ്റ്റിലായ അനിൽകുമാർ. അടിപിടിക്കേസിലും ഇയാൾ പ്രതിയാണ്. ബാങ്കിൽ നിന്നും സെക്രട്ടറി രതീശൻ എടുത്തുകൊണ്ടുപോയ സ്വർണം പണയപ്പെടുത്തിയത് ഇവരാണെന്ന് അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. രതീശനിൽ നിന്നും ഘട്ടം ഘട്ടമായി തുക കൈപ്പറ്റിയിട്ടുമുണ്ട്. ഫെബ്രുവരി 12-ന് 20 ലക്ഷം രൂപയും മാർച്ച് 11-ന് 22 ലക്ഷം രൂപയും രതീശൻ കേരള ബാങ്ക് മുള്ളേരിയ ശാഖയിൽ നിന്നും അയച്ചു. ലീഗ് നേതാവിൻ്റെ ഉടമസ്ഥതയിലുള്ള ട്രാവൽ ഏജൻസിയുടെ അക്കൗണ്ടിലേക്കാണ് പണമെത്തിയത്. ബാങ്കിൽ നിന്നും എടുത്തുകൊണ്ടുപോയ സ്വർണം ഇതേ സംഘം വാങ്ങുകയും പെരിയ ബാങ്ക്, കേരള ബാങ്ക് കാഞ്ഞങ്ങാട് ശാഖ എന്നിവിടങ്ങളിൽ പണയം വയ്ക്കുകയും അതിൽ നിന്നും ലഭിച്ച തുക കൈപ്പറ്റുകയും ചെയ്തു. അതേസമയം മുഖ്യപ്രതി കെ രതീശൻ ഇപ്പോഴും കർണാടകയിൽ ഒളിവിലാണെന്നാണ് പോലീസ് സംശയിക്കുന്നത്. ബംഗളൂരു, ഹാസൻ, ഷിമോഗ എന്നിവിടങ്ങളിൽ മൊബൈൽ ഫോൺ കേന്ദ്രീകരിച്ച പോലീസ് അന്വേഷണം നടത്തിവരികയാണ്. കേസ് ജില്ലാ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറം ലൈറ്റ് ഹൗസ് ഭാഗത്ത് മത്സ്യബന്ധന ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറി. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള തിരമാലയിൽപ്പെട്ടതാണ് ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറാൻ കാരണമായത്. കള്ളക്കടൽ പ്രതിഭാസത്തിന്റെ ഭാഗമായുള്ള തിരമാലയിൽപ്പെട്ട് കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറം ലൈറ്റ് ഹൗസ് ഭാഗത്ത് മത്സ്യബന്ധന ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറി. ഇന്നലെ രാത്രിയാണ് സംഭവം. വിവരമറിഞ്ഞെത്തിയ നാട്ടുകാരും മത്സ്യത്തൊഴിലാളികളും ചേർന്ന് തള്ളിയും 3 ബോട്ടുകളിൽ കയറ് കെട്ടി വലിച്ചുമാണ് ബോട്ടിനെ കടലിലേക്ക് ഇറക്കിയത്. കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വകവയ്ക്കാതെ മത്സ്യബന്ധനത്തിന് പോയതാണ് ബോട്ട് അപകടത്തിൽപ്പെടുവാൻ കാരണം. ബോട്ടിൽ നിറയെ മത്സ്യവുമുണ്ടായിരുന്നു. നങ്കൂരമിടാതെ ബോട്ടിലുണ്ടായിരുന്നവർ ഉറങ്ങിയത് കാരണമാണ് കള്ളക്കടലിന്റെ തിരമാലയിൽപ്പെട്ട് ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറുവാൻ കാരണമായത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. മഞ്ചേശ്വരം താലൂക്കിലെ വിവിധയിടങ്ങളിൽ സുരക്ഷയില്ലാതെ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ അപകട ഭീഷണി ഉയർത്തുന്നു. വിവിധ പരിപാടികളുടെ പ്രചരണത്തിനായി സ്ഥാപിക്കുന്ന ബോർഡുകൾ മാസങ്ങൾ കഴിഞ്ഞിട്ടും മാറ്റാത്ത അവസ്ഥയാണ്. വിഷയത്തിൽ അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഫ്ലെക്സ് ബോർഡുകളുടെ ആധിക്യത്താൽ വീർപ്പുമുട്ടുകയാണ് മഞ്ചേശ്വരം താലൂക്കിലെ വിവിധ പ്രദേശങ്ങൾ. റോഡുകളുടെ വശങ്ങളിലും കവലകളിലും ദിനേന വിവിധ പരിപാടികളുടെ പ്രചരണത്തിനായും പരസ്യങ്ങൾക്കായും സ്ഥാപിക്കുന്നത് 100 കണക്കിന് ബോർഡുകളാണ്. സുരക്ഷയില്ലാതെ സ്ഥാപിക്കുന്ന ഇത്തരം ഫ്ലെക്സ് ബോർഡുകൾ വലിയ അപകട ഭീഷണിയാണ് ഉയർത്തുന്നത്. മാസങ്ങൾ കഴിഞ്ഞിട്ടും മാറ്റാത്ത കൂറ്റൻ ഫ്ലെക്സ് ബോർഡുകൾ ശക്തമായ കാറ്റിൽ തകർന്നു വീണേക്കാവുന്ന അവസ്ഥയിലാണുള്ളത്. മഹാരാഷ്ട്രയിൽ ഫ്ലെക്സ് ബോർഡ് കാറ്റിൽ തകർന്നു വീണ് 15-ലധികം പേർ മരണപ്പെടുകയും 100 കണക്കിന് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ശക്തമായ കാറ്റിൽ കാസർഗോഡ് നഗരത്തിലും കൂറ്റൻ പരസ്യ ഫ്ലെക്സ് ബോർഡ് തകർന്നു വീണിരുന്നു. ഇപ്പോഴുണ്ടാകുന്ന ശക്തമായ കാറ്റിൽ മഞ്ചേശ്വരത്തും ഇത്തരത്തിൽ ദുരന്തമുണ്ടാകാതിരിക്കാൻ അധികൃതർ ഇടപെട്ട് അടിയന്തര നടപടി സ്വീകരിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. അനധികൃതമായി ഫ്ലെക്സുകൾ സ്ഥാപിച്ചാൽ കേസെടുക്കണമെന്ന് ഹൈക്കോടതി പറയുന്നുണ്ട്. പല തദ്ദേശ സ്ഥാപനങ്ങളും ഇക്കാര്യത്തിൽ ചട്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്, പാലിക്കുന്നില്ല എന്ന് വിവരാവകാശ നിയമപ്രകാരം മഞ്ചേശ്വരം ഗ്രാമപഞ്ചായത്ത് ഓഫീസിൽ നിന്നും വിവരങ്ങൾ വാങ്ങിയ സാമൂഹിക പ്രവർത്തകൻ ജബ്ബാർ പറയുന്നു. മഞ്ചേശ്വരം ഒരുപാട് പ്രദേശങ്ങളിൽ ഫ്ലെക്സിന്റെ സമയം കഴിഞ്ഞിട്ട് പോലും ഒഴിവാക്കാത്ത ഒരുപാട് ഫ്ലെക്സുകൾ കാണാൻ സാധിക്കുന്നുണ്ട്. ഈ കാര്യത്തിൽ വിവരാവകാശ നിയമപ്രകാരം പഞ്ചായത്തിനടുത്ത് ചോദിച്ചപ്പോൾ ഫ്ലെക്സ് ഇടാനുള്ള അനുമതി ഇല്ല എന്നാണ് പറഞ്ഞത്. അതേപോലെ ഇതിനൊരു കമ്മീഷൻ രൂപീകരിച്ചിട്ട് ഇത്രയും പെട്ടെന്ന് ഇതിനെ നീക്കാനുള്ള പരിപാടികൾ ഊർജിതമാക്കുന്നതാണ് പറഞ്ഞത്. പക്ഷേ ഇന്നും അതേ സ്ഥിതിയാണ് മഞ്ചേശ്വരത്തുള്ളത്. അതേപോലെ ഈ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് മാതിരി തന്നെ ഇത് ബാൻ ചെയ്ത സംഭവമാണ് ഫ്ലെക്സ് ബാനറുകളൊക്കെ. പക്ഷേ ഏതൊരു എന്തിനാണെങ്കിലും ഇപ്പൊ ഒരു കളിയാണെങ്കിലും ബാനറുകളില്ലാണ്ട് ഫ്ലെക്സ് ബാനറുകൾ ഇടാൻ സാധിക്കുന്നില്ല. പക്ഷെ സമയം കഴിഞ്ഞിട്ട് പോലും അതിനെ നീക്കാനും അതിനെ ഡിസ്പോസ് ചെയ്യാനുള്ള വ്യവസ്ഥകൾ പോലും നടന്നുകൊണ്ടില്ല. പിന്നെ അനുമതി ഇല്ലാതെ എങ്ങനെയാണ് ഇതെല്ലാം ഇത്ര പബ്ലിക് പ്ലേസുകളെല്ലാം സ്ഥാപിക്കപ്പെടുന്നത് എന്നിട്ടുള്ളതും കൂടി ഒരു ചോദ്യം ചിഹ്നമായിട്ട് തന്നെ ഇരിക്കുന്നു.
ബാനറുകളും ഫ്ലെക്സ് ബോർഡുകളും സ്ഥാപിക്കുവാൻ തൂണുകൾക്ക് കുഴിയെടുക്കുമ്പോൾ ജലവിതരണ പൈപ്പുകളും കേബിളുകളും തകരുന്നതും വർദ്ധിച്ചു വരികയാണ്. ഇവ തടയേണ്ടത് ഭരണസമിതിയുടെ ഉത്തരവാദിത്വമാണെന്ന് നാട്ടുകാർ പറയുന്നു. അപകടം ക്ഷണിച്ചു വരുത്തുന്ന രീതിയിൽ ഫ്ലെക്സ് ബോർഡുകൾ സ്ഥാപിക്കുന്നത് തടയണമെന്നും സുരക്ഷയില്ലാതെ സ്ഥാപിച്ച ഫ്ലെക്സ് ബോർഡുകൾ മാറ്റുവാൻ ബന്ധപ്പെട്ടവർ നടപടി സ്വീകരിക്കണമെന്നുമാണ് നാട്ടുകാരുടെ ആവശ്യം. അബ്ദുൽ റഹ്മാൻ ഉദ്യാവർ, ന്യൂസ് ബ്യൂറോ, മഞ്ചേശ്വരം. നോ പ്ലാസ്റ്റിക് ബി ഫാന്റാസ്റ്റിക് ക്യാമ്പയിൻ ബോധവൽക്കരണ കേരള യാത്ര കാസർഗോഡ് കളക്ടറേറ്റ് പടിക്കലിൽ നിന്നും പ്രയാണം ആരംഭിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഫ്ളാഗ് ഓഫ് ചെയ്തു. പദയാത്ര ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ തിരുവനന്തപുരത്ത് സമാപിക്കും. നോ പ്ലാസ്റ്റിക് ബി ഫാന്റാസ്റ്റിക് ക്യാമ്പയിന്റെ ഭാഗമായി കൊട്ടിയം റോട്ടറി ക്ലബിന്റെയും കൊല്ലം ജില്ലാ ശുചിത്വ മിഷന്റെയും സംയുക്താഭിമുഖ്യത്തിൽ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെയുള്ള ബോധവൽക്കരണ യാത്ര കാസർഗോഡ് കളക്ടറേറ്റ് പടിക്കൽ നിന്നും ആരംഭിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഫ്ളാഗ് ഓഫ് ചെയ്തു. പ്രോഗ്രാം കോർഡിനേറ്റർ രാജൻ കൈനോസ്, കാസർഗോഡ് ജില്ലാ ശുചിത്വ മിഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആൻഡ് ജില്ലാ കോർഡിനേറ്റർ ലക്ഷ്മി എ, റോട്ടറി ഡിസ്ട്രിക്ട് 3204 കാസർഗോഡ് റോട്ടറി ക്ലബ് പ്രസിഡന്റ് റൊട്ടേറിയൻ ഗൗതം ഭക്ത, സെക്രട്ടറി ശ്രീജേഷ് ഇ, പ്രസിഡന്റ് ഡോക്ടർ ബി നാരായണ നായക്, സെക്രട്ടറി ഹരിപ്രസാദ് കെ, സർജൻ അറ്റ് ആംസ് ജയപ്രകാശ്, ചാർട്ടർ മെമ്പർ കെ എൻ ഷെട്ടി, ദിനേശ് എം ടി, മുരളീധർ കമ്മത്ത്, സോണൽ കോർഡിനേറ്റർ എം കെ രാധാകൃഷ്ണൻ, ചൈൽഡ് പ്രൊട്ടക്ട് ടീം സംസ്ഥാന പ്രസിഡന്റ് സി കെ നാസർ, കാനങ്ങാട് ഓൾ ഇന്ത്യ റൈഡേഴ്സ് ഹെൽപ്പ് ലൈൻ ഫാമിലി അംഗങ്ങളായ സുധീർ കുഡ്ലു, അരുൺ കെ ആർ, ജീവകാരുണ്യ പ്രവർത്തക സിസ്റ്റർ മേഴ്സി കുമ്പള, കാസർഗോഡ് ശുചിത്വ മിഷൻ ഓഫീസ് അധികാരികൾ, റോട്ടറി ക്ലബ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു. ഡിസ്ട്രിക്ട് 3211 കൊട്ടിയം റോട്ടറി ക്ലബ് പ്രസിഡന്റ് റൊട്ടേറിയൻ ഷിബു റാവുത്തർ ബോധവൽക്കരണ യാത്രയുടെ ലക്ഷ്യത്തെക്കുറിച്ച് വിശദീകരിച്ചു. സോഷ്യൽ വർക്കർ ആർ പത്മജന്റെ നേതൃത്വത്തിൽ കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ ഒരു കാൽനട പ്രചരണ യാത്ര നടത്തുകയാണ്. പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ ഇന്ന് നാം അനുഭവിക്കുന്ന ഭവിഷ്യത്തുകളെ ചൂണ്ടിക്കാട്ടി സാധാരണ ജനങ്ങളിലേക്ക് ഒരു അവബോധം സൃഷ്ടിക്കുന്നതിനായി നടത്തുന്ന ഈ യാത്രയിൽ കൊട്ടിയം റോട്ടറി ക്ലബിനോടൊപ്പം നിരവധി സംഘടനകളും പ്രവർത്തിക്കുന്നുണ്ട്. ഈ യാത്ര 21 ദിവസം കൊണ്ട് തിരുവനന്തപുരത്ത് അവസാനിക്കുമ്പോൾ ഈ പ്ലാസ്റ്റിക് മലിനീകരണത്തിനെതിരെ ഒരു ബോധവൽക്കരണം ഉണ്ടാകുമെന്ന് ഞങ്ങൾ ഏറെക്കുറെ പ്രതീക്ഷിക്കുന്നു. ഭാവിയുടെ ഏറ്റവും വലിയ ഭീഷണിയാകാൻ പോകുന്ന പ്ലാസ്റ്റിക്കിനെ തടയിടുവാനുള്ള ശക്തമായ ബോധവൽക്കരണമാണ് യാത്രയിലൂടെ നൽകുന്നതെന്ന് യാത്രയ്ക്ക് നേതൃത്വം നൽകുന്ന സോഷ്യൽ വർക്കർ ആർ പത്മജൻ പറഞ്ഞു. നമ്മൾ പ്ലാസ്റ്റിക് നമ്മുടെ ജീവിതത്തിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു ഘടകമായി മാറിയെങ്കിലും പക്ഷേ അത് പരിസ്ഥിതിയിലേക്ക് വലിച്ചെറിയാതിരിക്കാനുള്ള മനസ്സ് ജനങ്ങളിലേക്ക് ഉണ്ടാക്കാൻ ആണ് ഈ യാത്ര കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന് എല്ലാവിധ സപ്പോർട്ടും ശുചിത്വ മിഷൻ്റെയും റോട്ടറി ക്ലബിൻ്റെയും സപ്പോർട്ട് എനിക്ക് കിട്ടുന്നുണ്ട്. റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3211 കൊട്ടിയം റോട്ടറി ക്ലബ്ബും ഡിസ്ട്രിക്ട് 3204 കണ്ണൂർ സോൺ കാസർഗോഡ് റോട്ടറി ക്ലബ്ബും കാസർഗോഡ് റോട്ടറി ഭവൻ ഹാളിൽ ഇന്റർ ഡിസ്ട്രിക്ട് മീറ്റിംഗ് നടത്തി പത്മജന് സ്നേഹാദരവ് നൽകി. നോ പ്ലാസ്റ്റിക് ബി ഫാന്റാസ്റ്റിക് ക്യാമ്പയിൻ ബോധവൽക്കരണ യാത്രയ്ക്ക് കാസർഗോഡ് റോട്ടറി റീജിയണൽ ഫോറം ചെയർമാൻ ദിനേശ് എം ടി ആശംസകൾ നേർന്നു. പരിസ്ഥിതി മലിനീകരണത്തിൻ്റെ പ്രസക്തി മനസ്സിലാക്കിക്കൊണ്ട് കൊട്ടിയം റോട്ടറി ക്ലബിൻ്റെ നേതൃത്വത്തിൽ ഷിബു റാവുത്തറും അതുപോലെ തന്നെ പത്മജനും അവരുടെ മറ്റു മെമ്പർമാരും ചേർന്നുകൊണ്ട് കാസർഗോഡ് നിന്നും തിരുവനന്തപുരം വരെ പ്ലാസ്റ്റിക് വിമുക്തമാക്കിയിട്ടുള്ള ഒരു പ്രചരണം നടത്തിക്കൊണ്ടുള്ള യാത്ര ഇന്ന് ആരംഭിക്കുകയാണ്. റോട്ടറി ക്ലബ്ബ് കാസർഗോഡിൻ്റെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും ഞങ്ങൾ ഈ അവസരത്തിൽ നേരുകയാണ്. പദയാത്ര കേരളത്തിലെ 9 ജില്ലകളിൽ കൂടി 300 കിലോമീറ്റർ ദൂരം സഞ്ചരിച്ച് ജൂൺ 5 പരിസ്ഥിതി ദിനത്തിൽ തിരുവനന്തപുരത്ത് സമാപിക്കും. 21 ദിവസവും യാത്രയിൽ റോട്ടറി ഇന്റർനാഷണൽ ഡിസ്ട്രിക്ട് 3201, 3204, 3211 വിവിധ ക്ലബ്ബുകൾ, സന്നദ്ധ സംഘടനകൾ, ജീവകാരുണ്യ പ്രവർത്തകർ എന്നിവർ സ്വീകരണം നൽകും. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. നൂറ്റാണ്ടുകളുടെ ചരിത്രസാക്ഷിയായി കാസർഗോഡ് നീലേശ്വരം ആലിൻകീഴിലെ ശിലാചിത്രം. 2000 വർഷം വരെ പഴക്കമുള്ളതാകാം ഈ ശിലാചിത്രമെന്നാണ് അനുമാനം. പാമ്പുകുത്തിപ്പാറ എന്ന് ആധാരത്തിൽ പേരുള്ള സ്ഥലം 40 വർഷം മുൻപ് വാങ്ങുമ്പോൾ പടക്ക കമ്പനി നടത്തുന്ന TV ദാമോദരൻ അറിഞ്ഞിരുന്നില്ല പ്രസ്തുത സ്ഥലം മഹാശിലാ കാലഘട്ടത്തിലെ സാംസ്കാരിക പൈതൃകത്തിന്റെ ചരിത്രശേഷിപ്പായ ശിലാചിത്രം കോറിയിട്ട അമൂല്യ നിധി ഉൾപ്പെടുന്നതാണെന്ന്. പുതുക്കൈ വില്ലേജിൽ ആലിൻകീഴിൽ 4 ഇഞ്ച് കനത്തിൽ കോറിയിട്ട പാമ്പിൻ മുട്ടയ്ക്ക് അടയിരിക്കുന്ന സർപ്പത്തിന്റെ ശിലാചിത്രമാണ് നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ള സംസ്കാരത്തിന്റെ അടയാളപ്പെടുത്തലായി ഇന്നും നിലനിൽക്കുന്നത്. ഒരു 40-40 വർഷം മുൻപേ ആളുകൾ എടുത്തത്.
ആ സമയത്ത് ഇതുണ്ട്. ശരിക്കും എല്ലാവർക്കും കാണുന്ന രീതിയിൽ ആയിരുന്നു ഇത്. ആ സമയത്ത് ഇതിലൂടെ വഴി പോക്കലുണ്ടായിരുന്നു, പാസേജ് ഉണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ഇതിനെ അങ്ങനെ സംരക്ഷിച്ച് നിലനിർത്തി. മഹാശിലാ കാലഘട്ടത്തിലേതെന്ന് ചരിത്രകാരന്മാർ സാക്ഷ്യപ്പെടുത്തിയ 3 കിലോമീറ്റർ പരിധിയിൽ വരുന്ന ബംഗളം സ്കൂൾ ഗ്രൗണ്ടിന് സമീപത്തുള്ള പള്ളത്തിലെ പുലിയുടെയും എരിക്കുളം വലിയപാറയിലെ തോരണങ്ങളുടെയും 18 കിലോമീറ്റർ ദൂരത്തുള്ള ചീമേനി അരീട്ടപ്പാറയിലെ മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ശിലാചിത്രങ്ങളുടെയും നിർമ്മാണ രീതിയിലാണ് ആലിൻകീഴിൽ സർപ്പത്തിന്റെ രൂപവും കൊത്തിവെച്ചിട്ടുള്ളതെന്ന്. അതുകൊണ്ട് തന്നെ 2000 വർഷം വരെ പഴക്കമുള്ളതാണ് ആലിൻകീഴിലെ ശിലാചിത്രമെന്ന് അനുമാനിക്കാം. സാമൂഹ്യ പ്രവർത്തകനായ സതീശൻ കാളിയാനം അറിയിച്ചതനുസരിച്ച് സ്ഥലം സന്ദർശിച്ച കാഞ്ഞങ്ങാട് നെഹ്റു ആർട്സ് ആൻഡ് സയൻസ് കോളേജിലെ ചരിത്രാധ്യാപകനും ചരിത്ര ഗവേഷകനുമായ ഡോക്ടർ നന്ദകുമാർ കോറോത്താണ് ശിലാചിത്രത്തിന്റെ ചരിത്രപരമായ പ്രാധാന്യം പ്രദേശവാസികളെ അറിയിച്ചത്. സർപ്പരൂപം ഇരുമ്പായുധം കൊണ്ട് കോറിയിട്ടത് കൊണ്ടാണ് ആധാരത്തിൽ പാമ്പുകൊത്തിപ്പാറ എന്ന സ്ഥലപ്പേര് എഴുതി ചേർത്തിട്ടുള്ളത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ് കൊത്തിയിട്ട ചിത്രമായതുകൊണ്ട് തന്നെ മഴത്തുള്ളികൾ പതിച്ച് ചുറ്റിലും പാറയിൽ ചെറിയ സുഷിരങ്ങൾ വീണിട്ടുമുണ്ട്. വർഷം മുഴുവനും ശിലാചിത്രത്തിന് മുകളിൽ നിറയെ ഇലകൾ വീണ് കിടക്കുന്നത് കൊണ്ടാണ് ശിലാചിത്രം നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും അധികം പോറലേൽക്കാതെ നിലനിൽക്കുന്നത്. ഈ സ്ഥലത്ത് പേര് വരാൻ വേണ്ടി കാരണം തന്നെ ഇവിടെ ഒരു സർപ്പത്തിൻ്റെ രൂപം കൊത്തിവെച്ചതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. പാറയിൽ ഇരുമ്പായുധം കൊണ്ട് കൊത്തിയെടുത്തുണ്ടാക്കിയ ഒരു സർപ്പരൂപമാണ് ഇവിടെ ഉള്ളത്. ഈ സർപ്പരൂപത്തിൻ്റെ ഈ നിർമ്മാണ രീതി നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നൊരു കാര്യമാണ് ആശിലാസ്മരവുമായി ബന്ധപ്പെട്ട ഒരു കാലഘട്ടത്തിലെ ഒരു ശിലാചിത്രമായിരിക്കാമത് എന്ന്. ഇവിടെ അടുത്തുള്ള ഇരിക്കുളത്തെ വലിയ പാറയിലുള്ള തോരണം പോലെ, ഇരട്ടുപാറയിലുള്ള രൂപങ്ങൾ പോലെ, ഏറ്റുകൊടുക്കൽ രൂപങ്ങൾ പോലെ തന്നെ വിരോധിക്കാൻ വേണ്ടി പറ്റാവുന്ന അത്രയ്ക്കും പ്രാധാന്യമുള്ള ഒരു ചരിത്രപരമായ ശേഷിപ്പാണ് ആലിംഗയിലുള്ള പാമ്പുകൊത്തിപ്പാറയിലുള്ള ഈ ഒരു ശിലാചിത്രം. ബംഗളത്തും അരീട്ടപ്പാറയിലും ശിലാചിത്രങ്ങൾ കോറിയിട്ടത് പള്ളം എന്നറിയപ്പെടുന്ന പ്രകൃതിദത്ത ജലസംഭരണികളിലായതുകൊണ്ട് തന്നെ ആദ്യ മഴയ്ക്ക് ശേഷം മഴത്തുള്ളികൾ ശിലാചിത്രത്തിൽ പതിക്കാറില്ല. ഈ 2 കാരണങ്ങളും കൊണ്ടാണ് 2000 വർഷത്തിന് ശേഷവും പൂർണ്ണമായി നശിക്കപ്പെടാതെ ചരിത്രശേഷിപ്പായി കാസർഗോഡ് ജില്ലയിൽ ശിലാചിത്രങ്ങൾ ഇന്നും കാണപ്പെടുന്നത്. ന്യൂസ് ബ്യൂറോ, കാസർഗോഡ്. ആയമ്പാറ ഗവൺമെന്റ് UP സ്കൂൾ വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ഫോക്ക് ഉത്സവം സംഘടിപ്പിച്ചു. ആയുഷ്യ വായന അവാർഡ് വിതരണവും നടത്തി. 70ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായി ആയമ്പാറ ഗവൺമെന്റ് UP സ്കൂൾ ഫോക്ക് ഉത്സവം സംഘടിപ്പിച്ചു. ആയുഷ്യ വായന അവാർഡ് വിതരണവും നടത്തി. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് CK അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഒരു നാടിന്റെ സംസ്കാരത്തെ മാറ്റിമറിക്കാൻ, ഒരു നാടിന്റെ ചരിത്രത്തെ മാറ്റിയെഴുതാൻ ഒരു വിദ്യാലയത്തിന് കഴിയും എന്നുള്ളതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ലോകത്തിലെ എല്ലാ രാജ്യങ്ങളിലും അവിടെ നടന്നിട്ടുള്ള വിദ്യാഭ്യാസ വിപ്ലവങ്ങൾ, സാംസ്കാരിക വിപ്ലവങ്ങളൊക്കെ തുടങ്ങിയിട്ടുള്ളത് ഏതെങ്കിലും വിദ്യാലയത്തിൻ്റെ അകത്തളങ്ങളിൽ നിന്നാണ് എന്ന് നമുക്കറിയാം. ഇന്ത്യയുടെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റു പറഞ്ഞിട്ടുണ്ട്, വിപ്ലവങ്ങളൊക്കെ ആരംഭിക്കുന്നത് കലാലയങ്ങളിൽ നിന്നാണ് എന്ന്. ഒരു ജനാധിപത്യ രാജ്യത്തിനകത്ത് അക്ഷരാഭ്യാസമുള്ള ഒരു ജനത അനിവാര്യമാണ് എന്നുള്ളത് നമ്മുടെ വർത്തമാനകാലം സൂചിപ്പിക്കുന്നുണ്ട്. പുല്ലൂർ പെരിയ ഗ്രാമപഞ്ചായത്ത് അംഗം ലതാ രാഘവൻ അധ്യക്ഷത വഹിച്ചു. ജൂറി കമ്മിറ്റി ചെയർമാൻ ബാലകൃഷ്ണൻ ചെർക്കള ആയുഷ്യ അവാർഡ് പ്രഖ്യാപനം നടത്തി. ലൈബ്രറി കൗൺസിൽ ഹോസ്ദുർഗ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് വേണുഗോപാലൻ K അവാർഡ് വിതരണം നടത്തി. ശ്രുതി വേലായുധൻ, അനഘ A, അഞ്ജലി ചന്ദ്രൻ, അനുശ്രീ, ശ്യാമിനി ഗോവിന്ദ്, വിദ്യാർത്ഥികളായ ദിൽന M, പാർവണി, വിജയലക്ഷ്മി K, വൈഗ, ഉണ്ണി P എന്നിവർ അവാർഡ് ഏറ്റുവാങ്ങി. ആയുഷ്യ അവാർഡ് കമ്മിറ്റി കൺവീനർ ഷീന K റിപ്പോർട്ട് അവതരിപ്പിച്ചു. നാരായണൻ കാപ്യ, ശാലിനി സതീശൻ, മുണ്ടയിൽ നാരായണൻ, ഗിരീശൻ P, റോഷൻ KV, രാജൻ V, അഭിജിത്ത് P, രാമകൃഷ്ണൻ P, പ്രകാശൻ വള്ളിയാട്ടിൽ, രമേശൻ വാക്കുഴി, നിതേഷ് കൃഷ്ണൻ, K പത്മനാഭൻ, K ദാമോദരൻ എന്നിവർ സംസാരിച്ചു. പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ രജനി K സ്വാഗതവും മഞ്ജുള K നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. ദേശീയ ഡെങ്കിപ്പനി ദിനാചരണം. അജാനൂർ ഗ്രാമപഞ്ചായത്ത്, അജാനൂർ HFC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മൻസൂർ ആശുപത്രിയിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു.
എല്ലാ വർഷവും ദേശീയ ഡെങ്കിപ്പനി ദിനം ആചരിക്കുന്നത് ജനങ്ങൾക്കിടയിൽ രോഗത്തെക്കുറിച്ചുള്ള അവബോധം ജനിപ്പിക്കാനാണ്. സാമൂഹ്യ പങ്കാളിത്തത്തോടെ ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാം എന്നതാണ് ഈ വർഷത്തെ ദേശീയ ഡെങ്കിപ്പനി ദിനാചരണ സന്ദേശം. അജാനൂർ ഗ്രാമപഞ്ചായത്ത്, അജാനൂർ FHC എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ മൻസൂർ ആശുപത്രിയിൽ ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു. അജാനൂർ FHC മെഡിക്കൽ ഓഫീസർ ഡോക്ടർ അനിൽകുമാർ ക്ലാസ് കൈകാര്യം ചെയ്തു. സമൂഹത്തിൽ തന്നെ നമുക്ക് മനസ്സിലാക്കിയിട്ട് അതിനെ ഈ ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാം. സമൂഹത്തിൻ്റെ അതായത് സാമൂഹിക സേവനത്തോടു കൂടി തന്നെ നമുക്ക് ഈ ഡെങ്കിപ്പനിയെ നിയന്ത്രിക്കാം എന്ന ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഒരു തീമാണ് നമ്മുടെ ഇപ്രാവശ്യത്തെ ഈ പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമുക്ക് കഴിഞ്ഞ കാലഘട്ടങ്ങളിലൊക്കെ നമുക്ക് ഡെങ്കിപ്പനികളൊക്കെ വളരെ കൂടുതലായിരുന്നു. ഇപ്രാവശ്യം നമുക്ക് കൂടുതലില്ല എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്രാവശ്യത്തെ ഈ കണക്ക് കഴിഞ്ഞ മാസത്തെ കണക്കനുസരിച്ച് നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ ഏകദേശം 50 കേസുകളാണ് നമുക്ക് ഡെങ്കു കേസുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസത്തിൽ. അപ്പോൾ നമുക്ക് എല്ലാ ഡെങ്കു കേസുകളും എല്ലാം ഉയർന്നു വരുന്നുണ്ട്. അപ്പോൾ അതിനോടൊപ്പം വെച്ച് തന്നെ നമുക്ക് ഈ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്കിനി 2 ആഴ്ച മാത്രമേ ഉള്ളൂ മഴക്കാലം വരാൻ. സ്കൂൾ തുറക്കാനായി, മഴക്കാലം തുടങ്ങിയായി. അപ്പോൾ മഴക്കാലം ചിലവർക്ക് നല്ല കാലമായിരിക്കും, അതായത് സന്തോഷത്തിൻ്റെ കാലമായിരിക്കും. അതായത് എല്ലാവർക്കും സന്തോഷത്തിൻ്റെ കാലം തന്നെയാണ്. കാരണം കുടിവെള്ളത്തിൻ്റെ ലഭ്യത വളരെ കുറഞ്ഞു വരുന്നതുകൊണ്ട് നമുക്ക് മഴവെള്ളം കിട്ടുന്നുണ്ട്. അപ്പോൾ പലർക്കും ജോലി സംബന്ധമായ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. ചിലർക്ക് ഓർമ്മച്ചെപ്പുകൾ തുറക്കാനുള്ള ഒരു ഇതായിരിക്കും, ചിലർക്ക് ദുഃഖത്തിൻ്റെ ഇതായിരിക്കും. ഹെൽത്ത് ഇൻസ്പെക്ടർ ശ്രീനിവാസൻ, ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ സുബിൻ, മുഹമ്മദ് കുഞ്ഞി, മൻസൂർ ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ഷംസുദ്ദീൻ പാലക്കി, ട്യൂട്ടർമാരായ റീജ പി, രസ്ന TS, വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. മടിയൻകുലോം ക്ഷേത്രപാലക ക്ഷേത്ര കലശോത്സവം മെയ് 24-25 തീയതികളിൽ നടക്കും. കലശത്തിന് മുന്നോടിയായി 21-ന് കളരികളിൽ ഓലകൊത്തൽ ചടങ്ങ് നടത്തും. ഉത്തര മലബാറിലെ ഏറ്റവും പ്രധാനപ്പെട്ട ക്ഷേത്രങ്ങളിലൊന്നാണ് മടിയൻകുലോം ക്ഷേത്രം. ക്ഷേത്രത്തിലെ പ്രധാന ഉത്സവങ്ങളാണ് കലശോത്സവവും പാട്ടുത്സവവും. മടിയൻകുലോം കലശോത്സവം ഒരു നാടിൻ്റെ എന്നതിലുപരി ഒരു ജനതയുടെ ഉത്സവം കൂടിയാണ്. വിവിധ സമുദായങ്ങളുടെയും കൂട്ടായ്മകളുടെയും പരസ്പര ഐക്യത്തിൻ്റെയും ഉത്തമ ഉദാഹരണമാണ് കലശം. ഈ വർഷത്തെ കലശോത്സവം മെയ് 24-25 തീയതികളിലായി നടക്കും. കലശത്തിന് മുന്നോടിയായി 21-ന് കളരികളിൽ ഓലകൊത്തൽ ചടങ്ങ് നടത്തും. അകത്തെ കലശദിനമായ 24-ന് രാത്രി മണാളൻ, മണാട്ടി, മാഞ്ഞാളിയമ്മ എന്നീ തെയ്യങ്ങളും അടോട്ട്, മൂത്തേടത്ത് കുതിര, പെരളം വയൽ, കിഴക്കുംകര, എളയെടത്ത് കുതിര എന്നിവിടങ്ങളിലെ കലശമെഴുന്നള്ളിപ്പും നടക്കും. പുറത്തെ കലശദിനമായ 25-ന് വൈകിട്ട് 4-ന് കാളരാത്രിയമ്മ, ക്ഷേത്രപാലകൻ, നടയിൽ ഭഗവതി തെയ്യങ്ങളുടെ പുറപ്പാട് നടക്കും. അടോട്ട്, മൂത്തേടത്ത് കുതിര, പെരളം വയൽ, കിഴക്കുംകര, എളയെടത്ത് കുതിര, മടിക്കെ, തീയർപാലം, കളരി എന്നിവിടങ്ങളിൽ നിന്നുള്ള കലശമെഴുന്നള്ളിപ്പ്, മാണിക്കോത്ത് പുന്നക്കാൽ ഭഗവതി ക്ഷേത്രത്തിൽ നിന്നുള്ള മെയിൻകോവ സമർപ്പണം എന്നിവ നടക്കും. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. കേരള NGO അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് വാർഷിക സമ്മേളനം നടന്നു. ഹോസ്ദുർഗ് സർവീസ് സഹകരണ ബാങ്കിലാണ് സമ്മേളനം നടന്നത്. അരനൂറ്റാണ്ടിലേറെയായി ജീവനക്കാർ അനുഭവിച്ചു വന്ന ആനുകൂല്യമായ ആശ്രിത നിയമന വ്യവസ്ഥ പാടെ അട്ടിമറിക്കാനുള്ള നീക്കമാണ് കഴിഞ്ഞ ദിവസം സർക്കാർ വിളിച്ച മീറ്റിംഗിലൂടെ വ്യക്തമാക്കുന്നതെന്നും ആശ്രിത നിയമനത്തിന് പകരം സമാശ്വാസം 13 വയസ്സിന് താഴെയുള്ള ആശ്രിതർക്ക് അപേക്ഷിക്കുവാനുള്ള അവകാശം നിഷേധിക്കുന്നത് 54 വർഷമായി ജീവനക്കാർ അനുഭവിച്ച ആനുകൂല്യങ്ങൾ അട്ടിമറിക്കുന്ന നീക്കമാണെന്നും ഇതിനെതിരെ മെയ് 28-ന് ജില്ലാതലത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുമെന്നും NGO അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി AM ജാഫർ ഖാൻ പറഞ്ഞു. കേരള NGO അസോസിയേഷൻ കാഞ്ഞങ്ങാട് ബ്രാഞ്ച് വാർഷിക സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ബ്രാഞ്ച് പ്രസിഡന്റ് രതീഷ് K അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് M കുഞ്ഞികൃഷ്ണൻ, സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പർമാരായ KC സുജിത് കുമാർ, സുരേഷ് പെരിയങ്ങാനം, അശോക് കുമാർ കോടോം, ജയപ്രകാശ് KM, സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ ലോകേഷ് MP, സൽമത്ത് OT, ജയപ്രകാശ് ആചാര്യ, ശശി കമ്പല്ലൂർ എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറി ശിവകുമാർ NE സ്വാഗതവും ട്രഷറർ സുജിത് M നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കാസർഗോഡ് പടന്നക്കാട് 10 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയി ശാരീരികോപദ്രവം ചെയ്ത സംഭവം. നിർണായക തെളിവായ CCTV ദൃശ്യങ്ങൾ KCN ന്യൂസിന്. പ്രതിയെന്ന് സംശയിക്കുന്ന ഒരാൾ കസ്റ്റഡിയിൽ. തൃക്കരിപ്പൂർ ഗവൺമെന്റ് പോളിടെക്നിക് കോളേജ് വിദ്യാർത്ഥി ഹോസ്റ്റൽ മുറിയിൽ തൂങ്ങി മരിച്ച നിലയിൽ. കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് 1-ാം വർഷ വിദ്യാർത്ഥി അഭിജിത്ത് ഗംഗാധരനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്.
അഗ്രികൾച്ചറിസ്റ്റ് വെൽഫെയർ സഹകരണ സംഘത്തിലെ കോടികളുടെ തട്ടിപ്പ്. മുസ്ലിം ലീഗ് പഞ്ചായത്ത് അംഗം ഉൾപ്പെടെ 3 പേർ അറസ്റ്റിൽ. കള്ളക്കടൽ പ്രതിഭാസം. കാസർഗോഡ് നെല്ലിക്കുന്ന് കടപ്പുറം ലൈറ്റ് ഹൌസ് ഭാഗത്ത് മത്സ്യബന്ധന ബോട്ട് കരയിലേക്ക് ഇടിച്ചു കയറി. മഞ്ചേശ്വരം താലൂക്കിലെ വിവിധയിടങ്ങളിൽ സുരക്ഷയില്ലാതെ സ്ഥാപിച്ചത് നിരവധി ഫ്ലെക്സ് ബോർഡുകൾ. വിഷയത്തിൽ അധികൃതർ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന ആവശ്യം. നോ പ്ലാസ്റ്റിക് ബി ഫാന്റാസ്റ്റിക് ക്യാമ്പയിൻ ബോധവൽക്കരണ കേരള യാത്ര കാസർഗോഡ് നിന്നും ആരംഭിച്ചു. ജില്ലാ കളക്ടർ കെ ഇമ്പശേഖർ ഫ്ളാഗ് ഓഫ് ചെയ്തു. ഈ വാർത്താ ബുള്ളറ്റിൻ ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.